ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ 2 സ്പൂണോളം അളവിൽ നെയ്യ് ഒന്നിട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കശുവണ്ടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കശുവണ്ടി മാത്രമാണ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കശുവണ്ടിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ബൗൾ നിറച്ച് തേങ്ങയാണ് ഒന്നിട്ട് കൊടുക്കുന്നത്. ഇനി തേങ്ങയെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരുപാട് അങ്ങ് വറുത്ത് ഇതാക്കണ്ട, നമുക്കൊരു ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒരു 3-4 നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം, കട്ടകളൊന്നും വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴം ഏകദേശം ഒന്ന് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തേങ്ങയുടെ ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയുടെ മിക്സ് എല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 3 ബ്രെഡ് ഞാൻ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തതായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് പിടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കതങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. മുട്ട നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ബ്രെഡും കൂടി ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ച കട്ട്ലറ്റ് ആദ്യം തന്നെ നമ്മൾ ആ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൂടെ മുക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ബ്രെഡിൻ്റെ ആ ഒരു ക്രംസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായ പാനിലേക്ക് നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ചാൽ മതിയാകും. നമ്മൾ ഒരുപാട് അങ്ങ് മുക്കി പൊരിച്ചൊന്നും എടുക്കുന്നില്ല, ചെറിയ രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം ആ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ചായയോടെ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. അപ്പോൾ